ആക്ച്വലി യു എസിലാണ്. ഇപ്പം ഒരു 10 ദിവസത്തെ ലീവിന് വന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പുള്ള കേരളത്തിന് ഒരു വലിയൊരു വിപ്ലവകരമായ മാറ്റം കേരളത്തിൽ കാണുന്നുണ്ട്. അത് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും, ആരോഗ്യ മേഖലയായാലും, വിദ്യാഭ്യാസ മേഖലയായാലും അതിന് മുന്നേ ഉണ്ടായതിലും വളരെ മാറ്റമാണ്. നമ്മുടെ ഭരണം നമുക്ക് നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ റേഷനരി നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കാനുണ്ട്. പിന്നെ എന്താ വെച്ചാൽ പെൻഷൻ കിട്ടാനുണ്ട്. അപ്പോൾ അത് പണ്ട് മുടങ്ങിക്കിടന്ന പെൻഷൻ ഉൾപ്പെടെ നമുക്കിപ്പോൾ 2000 രൂപ ആയിട്ടുണ്ട്. അത് കിട്ടുന്നുണ്ട്. അതിനൊരു മുടക്കൊന്നുമില്ല. നമ്മുടെ വികസനം എന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിലാണെങ്കിൽ കിഫ്ബിയിലൂടെ വികസനം നടക്കുന്നുണ്ട്. മറ്റു സംസ്ഥാനത്ത് കഴിഞ്ഞ് കേരളത്തിലേക്ക് കയറുമ്പോൾ ഇത് കേരളത്തിലെത്തി എന്ന് പറയുന്നത് കേരളത്തിലെ റോഡുകൾ കൊണ്ടാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കേരളത്തിലെത്തി എന്ന് പറയുമ്പോൾ ആ റോഡിൻ്റെ മാറ്റം കേരളത്തിലെത്തി എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നത്. കാരണം റോഡ് അത്ര സ്മൂത്താണ്. കഴിഞ്ഞ ആഴ്ച മറ്റേ മിലിൻ സോമൻ വന്ന് ഓടി ഇപ്പം പറഞ്ഞായിരുന്നു അത്ര സ്മൂത്ത് റോഡ്. അതുപോലെയാണ് മെജോറിറ്റി കേരളത്തിലെ എല്ലാ റോഡും. ഇപ്പോൾ റോഡും സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ കുറച്ചുകൂടി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മണ്ണക്കാവ് വാക്ക് വേ, അതുപോലെ എല്ലാവർക്കും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരു എൻവയോൺമെൻറ്റ് സെറ്റപ്പ് ഇപ്പോൾ ഇവിടെ അയലോത്രക്കാക്കര ഇതേപോലെ അതൊക്കെ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. അതും ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 6-7 വർഷമായതേ ഉള്ളൂ. ഈ കോട്ടയത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള വണ്ടിയിൽ ജോലിയായിട്ട് വരുന്നത്. ഇപ്പം ആ വന്ന സമയത്തെ ആ ഹബിലെ ഒരു അവസ്ഥയും ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കൂടെ വെച്ച് നോക്കുമ്പോൾ തന്നെ വളരെ ഒരു നല്ല കാര്യക്ഷമമായ രീതിയിലുള്ള ഇത് തന്നെ നടക്കുന്നുണ്ട്. മൊത്തം ഇവിടെ എല്ലാം മാറി. ജനങ്ങളുടെ ഇടയിലും എന്തായാലും അവന് സാമ്പത്തിക അത് ജീവിത ശൈലി മാറി. പണ്ടത്തെ മാതിരിയിലെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന ഇത് ദാരിദ്ര്യം ഇല്ലല്ലോ. ഞാൻ ഇവിടെ വരുമ്പോൾ ഞാനൊരു ചെറിയ കടയൊക്കെ ആയിട്ട് അവിടെ ഇരുന്നതാണ്. ഇപ്പോൾ അവിടെയൊക്കെ മാറി എന്താ പറയുക, നല്ല മതിലും കാര്യങ്ങളും പാർക്കായി. അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. വികസനമുണ്ട് അത്യാവശ്യം. ഗവൺമെൻറ് നല്ല രീതിയിൽ പോകുന്നു. ഞാൻ നല്ല രീതിയിൽ താമസിക്കുന്നു. കുഴപ്പമില്ല. വളരെ നല്ല തന്നെ വികസനം കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെയാണെങ്കിൽ നമ്മുടെ നാട്ടിലും പ്രദേശത്താണെന്നുണ്ടെങ്കിലും വളരെ നല്ല കാര്യക്ഷമമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നില്ല നിശ്ചയദാർഢ്യമുള്ളൊരു ഗവൺമെൻറ് ആണ്. പിന്നെ ആശുപത്രിയിലാണെങ്കിലും നല്ല സെറ്റപ്പാണ്. പിള്ളേരൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ് സ്കൂൾ പഠിക്കാൻ നല്ല സെറ്റപ്പാണ്. ഒക്കെ നല്ല സ്കൂളുകളൊക്കെയാണ്.